അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്ങാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ള ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾക്കൊരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ കൂടി വരുവാനും നല്ല പാട്ടുകൾ കേൾക്കാനും പാടാനും ആരാധിക്കാനും നല്ല വചനം കേൾക്കാനും ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന വിലയേറിയ സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഞങ്ങൾ കാലു ചവിട്ടി നിൽക്കുന്ന ഈ സ്ഥലത്തിന് വേണ്ടിയും കർത്താവിൻ്റെ മകൻ സണ്ണി ബ്രദറിന് വേണ്ടിയും ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ നടന്നു വരുന്ന വിവിധങ്ങളായ സുവിശേഷ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. തൻ്റെ കുടുംബത്തെ, തൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവ് അനുഗ്രഹിക്കണം. വിശുദ്ധ ബൈബിൾ വിശ്വസിക്കുന്ന സകല ദൈവമക്കൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. യേശു കർത്താവിന് മടങ്ങിയവന് വേണ്ടി കാത്തിരിക്കുന്ന മുഴുവൻ വിശുദ്ധന്മാർക്കായി സ്തോത്രം ചെയ്യും. എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം വെറുതെ എൻ്റെ അടുക്കൽ മടങ്ങി വരികയില്ല എന്നരുളി ചെയ്തവനെ, അങ്ങയുടെ പ്രവൃത്തി അയക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ കൈകൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരുമിച്ച് ഇതെല്ലാം കൂടെ ഒരു ചിത്രത്തിൽ കാണാൻ കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ. ഈ വേലയെല്ലാം നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴും, ഒരാൾ ഒരു വീട്ടിൽ പോയി സുവിശേഷം പറയുമ്പോഴും, ഒരാൾ കൺവെൻഷനിൽ പ്രസംഗിക്കുമ്പോഴും, ഒരാൾ ട്രാക്റ്റ് അടിച്ച് കൊടുക്കുമ്പോഴും, മറ്റൊരാൾ ചുവരയിൽ വചനം എഴുതുമ്പോഴും ദൈവരാജ്യം പണിയപ്പെടുകയാണ്. ആ ഒരുമിച്ചുള്ള ചിത്രം കാണാൻ പോട്ടന്മാരായ മനുഷ്യർക്ക് കഴിയത്തില്ല. സർവജ്ഞാനിയായ കർത്താവ് പറയും, ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ദൈവരാജ്യം പൂർത്തീകരിക്കപ്പെടും. ആ ഒരു ആത്മീയ കണ്ണോടുകൂടെ ദൈവവേലയെ കാണുവാൻ നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ. അവരവരുടെ സഭ നിലനിൽക്കണമെന്നും അത് വളരണമെന്നും എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അതൊരു തെറ്റായ ആഗ്രഹമല്ല. അതായിരിക്കുമ്പോൾ തന്നെ ദേശം സുവിശേഷത്താൽ അനുഗ്രഹിക്കപ്പെടുന്നതിന് ഒരുമിച്ചുള്ള പ്രവർത്തനവും സാധിക്കുന്ന നിലകളിൽ എങ്കിലും ചെയ്യുവാൻ ഇങ്ങനെയുള്ള സംരംഭങ്ങൾ മൂലം ഇടയാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. യേശു കർത്താവിനെ ആരാധിക്കുവാൻ ഒരുങ്ങുക. യേശുവിനെ ആരാധിക്കുക. ഇതാണ് ഇന്ന് രാത്രിയിലെ സന്ദേശം. അതാണ് വിഷയം. ഇവിടെ ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ വായിച്ച വചനം ഇങ്ങനെയാണ്: അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. 3 ലോകം ഉണ്ടെന്ന് ഈ വചനത്തിൽ കാണാം. 1 സ്വർലോകം, 2 ഭൂലോകം, 3 അധോലോകം. ഇവിടെയെല്ലാം ആരൊക്കെയോ താമസിക്കുന്നുണ്ടെന്നും ഈ വചനത്തിൽ പറയുന്നു. ഈ 3 ലോകങ്ങളിലുള്ളവരും ഒരു കർത്താവേ ഉള്ളൂ, അത് യേശുവാണെന്ന് ഇന്നല്ലെങ്കിൽ നാളെ ഏറ്റുപറയും എന്ന് അപ്പോസ്തലൻ പ്രവചന ഭാഷയിൽ പറഞ്ഞിരിക്കുകയാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന ഏറ്റുപറയേണ്ടി വരും എന്ന വാക്ക് ശ്രദ്ധിക്കുക. യേശു കർത്താവെന്ന്, യേശുക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞാൽ മനസ്സോടെ ചെയ്യുന്ന കാര്യമല്ല, ചെയ്യേണ്ടി വരും. നിർബന്ധത്താൽ ഏറ്റുപറയിപ്പിക്കുന്ന ഒരു കാലം ഭാവിയിലുണ്ടെന്നുള്ള ഒരു പ്രവചനമാണിത്. എന്നാൽ അങ്ങനെ നിർബന്ധത്താൽ അല്ലാതെ സ്വമനസാലെ യേശുവാണ് കർത്താവ്, എൻ്റെ കർത്താവ് എന്ന് സമ്മതിച്ച് കർത്താവിൻ്റെ മുമ്പിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ സ്വമനസ്സോടെ മുട്ടുകുത്തി യേശു എൻ്റെ കർത്താവെന്ന് ഏറ്റുപറയാൻ കഴിഞ്ഞവരൊക്കെ ഭാഗ്യമുള്ളവരാണ്. ആര് നിർബന്ധിക്കാതെ സ്വന്തം മനസ്സിൽ നിന്ന് യേശു എൻ്റെ കർത്താവെന്ന്
ഏറ്റു പറഞ്ഞവരൊക്കെ ഭാഗ്യമുള്ളവരാ. ഇന്ന് രാത്രിയിൽ ഈ ഗ്രൗണ്ടിൽ വന്നവരിൽ അങ്ങനെ യേശു എന്റെ കർത്താവെന്ന് ഏറ്റു പറഞ്ഞവരൊക്കെ കൈയൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞാൽ എന്നാ ഗുണമെന്നറിയാമോ? റോമാലേഖനം 10-ാം അധ്യായം 9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. യേശു എന്റെ കർത്താവെന്ന് ഒരാൾ ഏറ്റു പറഞ്ഞാൽ എന്താണ് ഗുണമെന്ന് ഈ റോമാലേഖനം 10-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ എഴുതിയിട്ടുള്ളത് ഇവിടെ വായിക്കുന്നത് കേട്ടു. യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പോൾ മനസ്സിലാകുന്ന ഭാഷയിൽ ഇങ്ങനെ പറയാം, ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, യേശുവിനെ വിശ്വസിക്കണം. യേശു എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് പരിശുദ്ധനായ ദൈവപുത്രൻ കുരിശിൽ മരിച്ചതെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. ഹൃദയം കൊണ്ട് ചെയ്യുന്നതേ ദൈവം അംഗീകരിക്കുള്ളൂ. കൈ കൊണ്ട് ചെയ്യുന്നതോ വാ കൊണ്ട് ചെയ്യുന്നതോ ഒക്കെ മനുഷ്യരെ പറ്റിക്കാം. ഹൃദയം കൊണ്ട് ചെയ്യുന്നത് മാത്രമേ ദൈവം തമ്പുരാൻ അംഗീകരിക്കുകയുള്ളൂ. നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവും സ്നേഹിക്കണം, ആരാധിക്കണം. അപ്പൊ ഹൃദയം കൊണ്ട് ചെയ്യുന്ന സ്നേഹം, ഹൃദയം കൊണ്ടുള്ള ആരാധന, ഹൃദയം കൊണ്ടുള്ള പാട്ട്, ഹൃദയം കൊണ്ടുള്ള ഏറ്റുപറച്ചില്, ഹൃദയം കൊണ്ടുള്ള വിശ്വാസം, ഇത് മാത്രമേ ദൈവം അംഗീകരിക്കുകയുള്ളൂ. മതങ്ങളിൽ മിക്കവാറും എല്ലാം വാ കൊണ്ടും വേഷം കൊണ്ടുമുള്ള പരിപാടിയാണ്. എന്നാൽ അത് മാറിയിട്ട് ഹൃദയം കൊണ്ട് ചെയ്യണം. പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു, വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ കീറിക്കൊണ്ട് നിങ്ങളുടെ ദൈവമായ കർത്താവിലേക്ക് തിരിയുകയും പുറമേ ഉള്ള പ്രകടനങ്ങളെ നമുക്ക് കുറച്ചിട്ട് ഹൃദയം കൊണ്ടുള്ള ആരാധനയിലേക്ക് തിരിയാം. യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. യേശു പരിശുദ്ധനായ ദൈവപുത്രൻ, പാപപരിഹാരത്തിനായി ഭൂമിയിൽ വന്നവൻ, ഒരു പാപവും ചെയ്യാത്തവൻ, പാപികൾക്കായി മരിച്ചവൻ, അരിമത്യ യോസേഫിന്റെ കല്ലറയിൽ അടക്കപ്പെട്ടവൻ, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റവൻ, പാപികളെ രക്ഷിച്ചവൻ, വിശുദ്ധന്മാർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവൻ, ഇനിയും തന്റെ സഭയെ ചേർക്കാൻ മടങ്ങി വരുന്നവൻ എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ചിട്ട് വായ കൊണ്ട് ഏറ്റുപറയണം, ഈ യേശു എന്റെ കർത്താവാണ്, ഈ യേശു എന്റെ കർത്താവാണ്, ഈ യേശു എന്റെ കർത്താവാണ് എന്നൊരുവൻ ഏറ്റു പറയുമ്പോൾ അവൻ രക്ഷിക്കപ്പെടും. സ്വന്തം മനസ്സോടെ സ്വന്തം ഹൃദയത്തിൽ നിന്ന് പരപ്രേരണ കൂടാതെ അങ്ങനെ യേശുവിനെ ഏറ്റു പറഞ്ഞവരെല്ലാവരും ഒരു പ്രാവശ്യം കൂടെ പൂർണ്ണ ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. നിങ്ങൾ ഏത് സഭയിൽ ഇപ്പോൾ മെമ്പറായിരുന്നാലും, നിങ്ങൾ ഏത് വിധത്തിൽ പാട്ടുപാടിയാലും അതൊന്നും ഒരു വലിയ കാര്യമല്ല. യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായു കൊണ്ട് ഏറ്റുപറയുകയും ചെയ്തവനെ രക്ഷിക്കപ്പെട്ടവനല്ലെന്ന് പറയാൻ ഒരു സഭയ്ക്കും അവകാശമില്ല. ഒരുവൻ രക്ഷിക്കപ്പെടുന്നത് ഏതെങ്കിലും ഈ ഭൂമിയിൽ കാണുന്ന ഒരു ചർച്ചിന്റെ മെമ്പറാകുമ്പോഴല്ല, പ്രത്യുത കുരിശിൽ മരിച്ച ദൈവപുത്രനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ കൊണ്ട് ഏറ്റു പറയുമ്പോൾ സഭയുടെ ഭൂമിയിലെ നേതാക്കൾ പോലും അറിയുന്നതിന് മുൻപ് അവൻ രക്ഷിക്കപ്പെടും. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തു എന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതി വെച്ചിരിക്കുക. ഏത് സഭയോടാണെന്നറിയാമോ? അതാണ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന വാക്യം. ഞാൻ പണ്ട് വിചാരിച്ചോണ്ടിരുന്ന IPC സഭയോട് ചേർക്കുമെന്ന. എന്നാൽ അങ്ങനെയല്ല. അതൊക്കെ നമ്മൾ ഭൂമിയിലിട്ട പേരുകളാണ്. ദൈവത്തിന്റെ സഭ ഇന്റർനാഷണൽ എന്നും പറയാനൊക്കത്തില്ല, അതിനും അപ്പുറമാണ്. ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും ഉൾപ്പെട്ട സംഘമാണ് കർത്താവിന്റെ സഭ. പൗലോസ് അപ്പോസ്തലനും അതിനകത്തെ മെമ്പറാണ്. കർത്താവിന്റെ അമ്മ മറിയ അതിനകത്തെ മെമ്പറാണ്. കല്ലേറ് കൊണ്ട് മരിച്ച സ്റ്റീഫൻ അതിനകത്തെ മെമ്പറാണ്. ഇവരെല്ലാം ഉൾപ്പെട്ട അദൃശ്യ സഭയോട് കർത്താവ് ചേർക്കും രക്ഷിക്കപ്പെടുന്നവരെ.
അടുത്ത വാചകം, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, അവർ സ്നാനമേറ്റു, അവരോട് ചേർന്നു. കർത്താവ് തന്റെ സഭയോട് അവരെ ചേർത്ത് കഴിഞ്ഞ ശേഷം അവർ സ്നാനമേറ്റ് ഉപദേശം പഠിച്ച് ഉപദേശം പഠിപ്പിക്കുന്ന ആ കൂട്ടത്തോട് ചേർന്നു. അതത് സ്ഥലത്ത് ദൈവവചനം പഠിപ്പിക്കുന്ന കൂട്ടത്തോട് ചേർന്ന് അവർ ഭൂമിയിൽ ദൈവത്തെ ആരാധിച്ചു പോന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും കൂട്ടായ്മ ആചരിച്ചും പോന്നു എന്നാണ് ഇതിന്റെ അടിസ്ഥാന പ്രമാണം. അപ്പോ ഭൂമിയിലുള്ള ആരുടെയും അനുവാദം കൂടാതെ നിങ്ങൾക്ക് രക്ഷിക്കപ്പെടാം. നിങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്ന കാര്യം ലോകത്തിൽ ആരും അംഗീകരിക്കേണ്ട ആവശ്യവുമില്ല. ദൈവം നീതീകരിച്ചവനെ ആർ കുറ്റം ചുമത്തും? ഇത് തികച്ചും സ്വതന്ത്രമായ വാക്യമാണ്. ഇത് തികച്ചും വ്യക്തിപരമായ വാക്യമാണ്. യേശുവിനെ കർത്താവെന്ന് വിശ്വസിച്ച് വായ കൊണ്ട് ഏറ്റുപറഞ്ഞാൽ നീ രക്ഷിക്കപ്പെടും. അത് ആ കൂട്ടത്തിൽ നിന്റെ കൂടെ ഉള്ളവരും കൂടെ രക്ഷിക്കപ്പെടുമെന്ന് എഴുതിയിട്ടില്ല. നീ രക്ഷിക്കപ്പെടും. നീ പിന്നീട് ഈ സത്യം നിന്റെ വീട്ടുകാരോട് പങ്കിട്ടിട്ട് അവരും യേശുവിനെ സ്വീകരിച്ച് ഏറ്റുപറഞ്ഞാൽ അവർ രക്ഷിക്കപ്പെടും. എന്നാൽ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് അങ്ങനെ യേശുവിനെ കർത്താവെന്ന് വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് അവനെ നമസ്കരിക്കുവാൻ കഴിയാതെ പോകുന്നവർ, അവർ അന്തിമ ന്യായവിധിയിലൂടെ കടന്നു പോവുകയും ആ ന്യായവിധിയിൽ അവർ നിത്യനാശത്തിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ യേശു തന്നെയാണ് കർത്താവെന്ന് സമ്മതിച്ചിട്ട് പോകണമെന്നാണ് ഫിലിപ്പിയ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. സ്തോത്രം. അപ്പൊ ഇന്ന് സ്വന്തം മനസ്സുകൊണ്ട് പറയാത്തവൻ നാളെ നിർബന്ധത്തിന്റെ മുമ്പിൽ പറയണം. പറഞ്ഞേച്ച് നരകത്തിലോട്ട് പോകണം. പറഞ്ഞേച്ച് സ്വർഗത്തിലോട്ട് പോകുന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. പറയേണ്ടി വരും. അധോലോകരും പറയേണ്ടി വരും, ഭൂലോകരും പറയേണ്ടി വരും, സ്വർലോകരും പറയേണ്ടി വരും. അങ്ങനെ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവുമുള്ള യേശുവിനെ അത്രേ ഇന്ന് രാത്രി ഞങ്ങൾ ഈ പട്ടണത്തിൽ പ്രസംഗിക്കുന്നത്. യേശുവിനെ കാണാൻ പോയ വിദ്വാൻമാര് ഈ ദേശവുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള ഒരു സൂചനയൊക്കെയാണ് ആ പുസ്തകത്തിൽ പറയുന്നത്. അങ്ങനെയാണ് ഈ രാജാക്കന്മാരെന്ന ചിന്ത വന്നത്. രാജാക്കന്മാർ, വിദ്വാൻമാർ, ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അല്പ ബന്ധമുണ്ടെന്ന് വേണേ പറയാം. കുഴപ്പമൊന്നുമില്ല അങ്ങനെ പറഞ്ഞെന്നോർത്ത്. കാരണം അന്നത്തെ കാലത്ത് ഇത്രയും ദീർഘയാത്ര ചെയ്യാൻ രാജകുടുംബക്കാർക്കേ പറ്റത്തുള്ളൂ. സാധാരണക്കാർക്ക് അങ്ങനെ പോകാനൊക്കെ. തന്നെയുമല്ല, ഒരു രാജ്യത്തിൻ്റെ ബോർഡറൊക്കെ കടന്ന് പോകണമെങ്കിൽ റോയൽ അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റത്തുള്ളൂ. നാട്ടുരാജാക്കന്മാരിൽപ്പെട്ട ഒരു ഉയർന്ന കുടുംബമാകാൻ സാധ്യതയുണ്ടെന്ന് പലരും എഴുതുന്നുണ്ട്. അതുകൊണ്ട് അത് അപകടമൊന്നുമല്ല, രാജാക്കന്മാരാകാം. രണ്ടാമത്തെ തെളിവ്, നേരിട്ട് അവർ ബേത്ലഹേമിലോട്ട് പോകാതെ കൊട്ടാരത്തിലോട്ട് പോയതിൻ്റെ അർത്ഥം അവര് രാജാക്കന്മാരായതുകൊണ്ട് തന്നെ. അല്ലാതെ ഒരാൾക്ക് നേരെ ചെന്ന് കൊട്ടാരത്തിൽ കയറാൻ പറ്റുമോ? അപ്പോ ശലോമോനെ കാണാൻ അയൽ രാജ്യത്തെ പോസ്റ്റ്മാൻ വന്നു എന്നല്ല എഴുതിയിരിക്കുന്നത്, ശേബാരാജ്ഞി വന്നു എന്നാ അല്ലേ? അപ്പൊ അങ്ങനെ പറ്റത്തുള്ളൂ, അല്ലാതെ പറ്റത്തില്ല. ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രിയെ കാണാൻ ആരിൽ വരുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ ഡൽഹിയിൽ പോയി പല പ്രാവശ്യം, പക്ഷെ അതൊന്നും അദ്ദേഹത്തെ ഒന്നും കാണാൻ പറ്റത്തില്ല. അപ്പം അതിന് ആ ഒരു സ്റ്റൈലുണ്ട്, ആ ഒരു ലെവലുണ്ട്. അപ്പം ആ ചിന്ത ശരിയായിരിക്കാം. രാജകുടുംബം, രാജാക്കന്മാരായിരിക്കാം യേശുവിനെ കാണാൻ പോയത്. എവിടുന്നാ പോയത്? പേർഷ്യയിൽ നിന്നോ ബാബിലോണിൽ നിന്നോ ഇന്ത്യയിൽ നിന്നോ ആകാമെന്നാണ് ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ള പുസ്തകങ്ങളെല്ലാം കൂടെ എടുത്തു വെച്ച് വായിച്ചാൽ കിട്ടുന്ന 3 വ്യാഖ്യാനം. ഇതെവിടുന്ന് പോയാലും നമുക്ക് പ്രയോജനമൊന്നുമില്ല. നമ്മൾ പോയാലേ നമുക്ക് പ്രയോജനമുള്ളൂ. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യം പഠിച്ച് ജീവിതം കളയാതെ ആവശ്യമുള്ളത് പഠിക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ പ്രബോധനം. ഈ പോയ ആളുടെ എവിടുത്തെ ആളാണ് എന്തിനാ അറിയുന്നേ? അവരാരെയാ കാണാൻ പോയെന്നല്ലേ അറിയേണ്ടത്. ഇച്ചിരി നല്ല ഭാഷ പറയാം, കണ്ടവരെ അല്ല കാണേണ്ടത്, കാണേണ്ടവനെയാ കാണേണ്ടത്.
അല്ലേ? യേശുവിനെ കണ്ടവരെ കാണാനാ നമ്മളിപ്പോ ധൃതി വഹിക്കുന്നത്, അല്ലേ? യേശുവിനെ കണ്ടവരെ കാണുക അല്ല, യേശുവിനെ കാണണം. ഇനി അവരിവിടുത്തുകാരാണെങ്കിൽ നമ്മൾ എന്തൊരു ഭാഗ്യവാന്മാരാ. പക്ഷെ നമ്മളെപ്പോലെ നിർഭാഗ്യവാന്മാർ ലോകത്തിലില്ല. കാരണം അവരുടെ ആത്മാവ് ഇപ്പൊ ഇവിടെ ഉണ്ടെന്ന് ചുമ്മാ ഞാൻ സങ്കല്പം പറയുക. അവരിവിടെ കിടന്നുകൊണ്ട് പറയാ, എൻ്റെ മക്കളെ എന്നെ കണ്ടിട്ട് കാര്യമില്ല, എന്നെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല. അവനെ വിളി. രാജാക്കന്മാരെ, എന്നെ വിളിച്ചാൽ നിങ്ങൾക്ക് എന്ത് ഗുണം? മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ, മരണമില്ലാത്തവൻ, മടങ്ങി വരുമെന്ന് പറഞ്ഞവൻ, അവനെ വിളിക്ക്. ആ രാജാക്കന്മാരിപ്പോ ഇടിക്കാനും ഉണ്ട്. അവർ പറയും, നിങ്ങൾ ദൈവത്തെ ഓർത്ത് അവനെ വിളി, എന്നെ വിളി നിർത്ത. വിളിച്ചാൽ ഉത്തരം തരുന്ന ഒരുത്തനേ ഉള്ളൂ, അത് രാജാക്കന്മാരുടെ രാജാവായ മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ കർത്താവായ യേശു. വഴിയിലിരുന്ന് കരഞ്ഞ് നിലവിളിച്ച അന്ധനായ ഭിക്ഷക്കാരന്റെ നിലവിളി പോലും അവൻ കേട്ടു. ഒരു ഭിക്ഷക്കാരന്റെ നിലവിളി കേൾക്കാൻ തക്ക താന്നിറങ്ങി വരുന്ന ഹൃദയം യേശുവിനുണ്ട്. ഭർത്താവും മകനും മരിച്ചുപോയ വിധവയുടെ കണ്ണുനീര് കണ്ട് വഴിയിൽ നിൽക്കത്തക്ക ഇറങ്ങി വരുന്ന മനസ്സ് യേശുവിനുണ്ട്. ഏതു പാവപ്പെട്ടവന്റെ വിളിയും കേൾക്കാവുന്ന കാതുകൾ യേശുവിനുണ്ടെന്ന് ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. അതുകൊണ്ട് ഏത് ദേശക്കാരാണ് യേശുവിനെ കാണാൻ പോയെന്നുള്ള പഠനം നടത്തിയിട്ട് യേശുവിനെ കാണാൻ ഇന്നെന്താ മാർഗമെന്ന് ചിന്തിക്കുക. യേശുവിനെ കാണാൻ ഇന്ന് നിങ്ങൾ എവിടെ പോകും? യെരുശലേമിൽ പോകുമോ? എന്തോരും പേരാ ഇപ്പൊ പോകുന്നേ. എല്ലാ പത്രത്തിലും യെരുശലേമിലേക്കുള്ള ടൂറാ. ക്രിസ്ത്യൻ പത്രത്തിലും മറ്റേ പത്രത്തിലും. ഇപ്പൊ ഇവിടെ കൈവക്കിച്ചാ പോയേച്ചു വന്ന 100 പേരെ കിട്ടും. ഞാനിതുവരെ പോയില്ല. പോകാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, പോകാം, ചെറു കഴിയട്ടെ. പോകുന്നത് നല്ല സ്ഥലമൊക്കെ, നമ്മൾ ഈ പഠിച്ച കാര്യമൊക്കെ നേരിട്ട് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. പക്ഷെ യേശുവിനെ കാണാനല്ല. യേശു ഇവിടെ ഉണ്ടെന്ന്, അതല്ലേ? ആ ഒരു മർമ്മം മറക്കരുത്. സ്തോത്രം. കുരിശിന്റെ മാർഗം നിങ്ങൾ കണ്ടെന്ന ഒരാളെന്നോട് ഒന്നിച്ച് പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് കുരിശിന്റെ മാർഗം എത്ര നാളായി കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ കുരിശിന്റെ പാതയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുരിശെടുത്ത് യേശുവിനെ അനുഗമിക്കുക. മറ്റേത് 5 സ്റ്റാർ ഹോട്ടലിൽ താമസിപ്പിച്ച കുരിശിന്റെ പാത കാണിക്കുന്നത്. മറിച്ച് ചിന്തിക്കരുത്. പോകുന്നതിനെതിരല്ല ഞാൻ പറയുന്നത്. പോകാൻ പറ്റുന്നവരൊക്കെ പോകണം. തുറന്ന കല്ലറ കാണാനൊത്ത അതൊരു ഭാഗ്യമാണ്. പിന്നെ ഗത്സമന തോട്ടത്തിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു പോകുന്നവരുണ്ട്. പിന്നെ അവിടെ കർത്തൃമേശ നടത്തിയവരുണ്ട്. അതൊക്കെ ഒരു നല്ലതല്ലേ? മനസ്സിന് നല്ലൊരു സുഖമാണ് അതൊക്കെ കാണുന്നത്. പൈസ ഇച്ചിരി ചിലവുണ്ടെന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞത്, യേശുവിനെ കാണാൻ ബേത്ലഹേമിൽ പോകണമെന്ന് എഴുതിയിരുന്നെങ്കിൽ ഞാൻ ഈ യേശുവിനെ പ്രസംഗിക്കത്തില്ല. കാരണം പാവപ്പെട്ടവർക്ക് പോകാനൊക്കത്തില്ല. നിന്റെ കൊച്ചു വീട്ടിനകത്ത് മുട്ടുകുത്തി പ്രാർത്ഥിച്ചാൽ അവിടെ ഇറങ്ങി വന്ന് ഉത്തരം തരുന്ന യേശു ഉള്ളത് കൊണ്ടാണ് ഇന്ന് രാത്രി ഞാൻ യേശുവിനെ പ്രസംഗിക്കുന്നത്. യേശുവിനെ കാണാൻ ഇന്ന് എവിടെ പോണം? ഇവിടെ പോണം. 2 or 3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ നടുവിലുണ്ടെന്ന് അവൻ അരുളി ചെയ്തു. അവനെ കാണുവാൻ 1 രൂപ മുടക്കണ്ട, അവനെ കാണുവാൻ 1 മൈൽ നടക്കണ്ട, അവനെ കാണുവാൻ ശവക്കോട്ടയിൽ പോകണ്ട, അവനെ തേടി പള്ളിയിൽ പോകണ്ട. അവനെ ഇന്ന് രാത്രി ഇവിടെ കാണാം. ഹൃദയം തുറന്ന് യേശുവേ എന്ന് വിളിച്ചാൽ മതി. ആകയാൽ യേശുവിനെ കാണുവാൻ പോയവരാര് എന്ന പഠനം നിർത്തിയിട്ട് യേശു ആര് എന്ന പഠനത്തിലേക്ക് തിരിയുവാൻ നിങ്ങളോട് ഞാൻ ബുദ്ധി പറയുന്നു. അവർ യേശുവിനെ നമസ്കരിച്ചതിന്റെ പിന്നിൽ 4 കാര്യങ്ങൾ അവരെ സഹായിച്ചു. 3 കാര്യങ്ങൾ അവരെ സഹായിച്ചു. നമ്മെ സഹായിക്കുന്ന 4 കാര്യങ്ങൾ. 1 നക്ഷത്രം, 2 വചനം, 3 സ്വപ്നം. 4 ഞാൻ ഉദ്ദേശിച്ചത് അനുഭവസ്ഥ. യേശുവിനെ കണ്ട് നമസ്കരിക്കുവാൻ അവരെ സഹായിച്ച 3 ഘടകങ്ങൾ. 1 നക്ഷത്രം, 2 വചനം, 3 സ്വപ്നം. നക്ഷത്രം എന്താണ്? ഈ നക്ഷത്രം അതൊരു പക്ഷെ ഒരു വാൽ നക്ഷത്രമായിരിക്കാം. ഓരോരോ സന്ദർഭത്തിൽ ഉണ്ടാകുകയും ചുരുങ്ങിയ സമയം കൊണ്ട് അപ്രത്യക്ഷമാകുകയും ചെയ്യുന്ന പ്രത്യേക നക്ഷത്രങ്ങളുണ്ട്. അന്ന് ആ നക്ഷത്രത്തെ കുറിച്ച് പഠിച്ചവർ ആ നക്ഷത്രത്തിന് ഒരു പേരിട്ടു, യേശുവിന്റെ നക്ഷത്രം.
അങ്ങനെ ഓരോരോ സന്ദർഭത്തിൽ ഉണ്ടാകുകയും അപ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്ന നക്ഷത്രങ്ങൾക്ക് ഓരോ പേരിടാറുണ്ട്. അമ്മ ആ നക്ഷത്രത്തിന് വാനനിരീക്ഷകരിട്ട പേര് യേശുവിന്റെ നക്ഷത്രം എന്നാണ്. അപ്പോൾ സംഖ്യാപുസ്തകത്തിൽ പറഞ്ഞ പ്രവചനം അവിടെ നിറവേറി. യാക്കോബിൽ നിന്നൊരു നക്ഷത്രം ഉദിക്കും, യേശുവിന്റെ നക്ഷത്രം. ആ നക്ഷത്രം ഒരു അത്ഭുത നക്ഷത്രമാണ്. പക്ഷെ സാധാരണക്കാർ കാണുകയില്ല. ഇവര് ജ്ഞാനികളാണെന്നും ജ്യോതിഷം പഠിച്ചവരാണെന്നും വാനഗോളങ്ങളെ കുറിച്ച് പഠിക്കുന്നവരാണെന്നും ഒക്കെയാണ് വിശദമായ പഠനത്തിൽ നിന്നും മനസ്സിലാകുന്നത്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അവരാ നക്ഷത്രം കണ്ടപ്പോൾ അവരതിന്റെ പ്രത്യേകത മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഇത്രയും വലിയ യാത്രയ്ക്ക് അവർ ഒരുങ്ങിയത്. ഇവര് യാത്ര ചെയ്ത് ഈ നക്ഷത്രത്തെ അനുസരിച്ച് പോയി കുഞ്ഞിനെ ചെന്ന് കണ്ടപ്പോഴേക്കും യേശു കുഞ്ഞിന് 1.5 വയസ്സ് പ്രായമായിട്ടുണ്ട്, 2 വയസ്സിനടുത്തുണ്ട്, 1 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പശുത്തൊട്ടിയിലൊന്നും അല്ല അവർ പോയി കണ്ടത്, വീട്ടിലാ കണ്ടത്. പശുത്തൊട്ടിയും നക്ഷത്രവും കൂടി ഒരുമിച്ച് വെക്കുന്നതിനകത്ത് ഒരർത്ഥവുമില്ല. അത് രണ്ട് കാലഘട്ടമാണ്, സമയം ഒരുപാട് പോയി. അതുകൊണ്ടാണ് ഹേരോദ് അവർ 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെല്ലാം കൊല്ലാൻ കൽപ്പന കൊടുത്തത്. അപ്പൊ അത്രയും സമയമായി. മാക്സിമം 2 വയസ്സ് വരെ ആകാം എന്ന ചിന്തയിൽ നിന്നാണ് അങ്ങനെ ഓർഡർ ഇട്ടത്. അപ്പോ അത്രയും പ്രായമായിട്ടുണ്ട്. വളരെ ദൂരെ യാത്ര ചെയ്താണ് ഇവർ പോയത്. ഇവരെ നയിച്ചത് നക്ഷത്രമാണ്, ഡിവൈൻ സ്റ്റാർ. അത് അവർക്ക് മുമ്പിൽ പോയിക്കൊണ്ടിരുന്നു. അത് സഞ്ചരിക്കുന്ന നക്ഷത്രമായിരുന്നു, അത് വഴി കാണിക്കുന്ന നക്ഷത്രമായിരുന്നു. ഇതാണ് ഒന്ന്. എന്നാൽ അതുകൊണ്ട് മാത്രമല്ല, ആ നക്ഷത്രം വെച്ച് അവർ പോയെങ്കിലും കാര്യം വ്യക്തമാകാൻ വചനം അവരെ സഹായിച്ചു. ഇവർ ഹേരോദാവിന്റെ കൊട്ടാരത്തിൽ ചെന്ന് ചോദിച്ചപ്പോൾ ഹേരോദാവ് ശാസ്ത്രിമാരെയും മഹാപുരോഹിതന്മാരെയും വരുത്തിയിട്ട് ബൈബിൾ കൊണ്ടുവരാൻ പറഞ്ഞു. അന്ന് പുതിയ നിയമം എഴുതിയിട്ടില്ല, മത്തായി ഇല്ല, മർക്കോസ് ഇല്ല, ലൂക്കോസ് ഇല്ല, യോഹന്നാൻ ഇല്ല, അപ്പോസ്തല പ്രവൃത്തികളില്ല. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, യോശുവ, ന്യായാധിപന്മാർ, യെശയ്യാ, യിരെമ്യാ, വിലാപങ്ങൾ, എഹെസ്കേൽ, ദാനിയേൽ, ഹഗ്ഗായി, സഖര്യാവ്, മലാഖി, ഈ പുസ്തകങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ ഹേരോദാവ് മഹാപുരോഹിതന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ മശിഹ എവിടെയാ ജനിക്കുന്നേ? ബൈബിൾ എടുത്തോണ്ട് വാ. അവർ പെട്ടെന്ന് ബൈബിൾ എടുത്തോണ്ട് വന്നു. പഴയ നിയമം എടുത്തോണ്ട് വന്ന് മറിച്ചപ്പോൾ മീഖായുടെ പുസ്തകം 5-ാം അധ്യായം 2-ാം വാക്യം കണ്ടു. അതൊക്കെ ഒരു നല്ല പഠനം അതിനകത്തുണ്ട്. അവര് ഇതുപോലത്തെ സുന്ദരമായ ബൈബിൾ ഒന്നും ഇറങ്ങിയിട്ടില്ല. ചുമ്മാ ചുരുളുകളിലും ഒക്കെ ഇരിക്കുന്ന ആ പുസ്തകമല്ലേ, 100 കൊല്ലമല്ലേ ആയാലും നമുക്കിത് മലയാളത്തിൽ കിട്ടിയിട്ട്. അന്നേ കാലത്ത് വല്ല ചുരുളുകളിലും എഴുതി വെച്ചിരിക്കുന്നതിനകത്തുനിന്ന് പോലും പെട്ടെന്ന് തപ്പിയെടുത്ത് മീഖയുടെ കൊച്ചു ചുരുള, അതിനകത്തെ 5-ാം അധ്യായത്തിലെ 2-ാം വാക്യം എടുത്തങ്ങ് വായിച്ചു. ഒന്ന് വായിക്കാമോ? മീഖ 5:2. നീയോ ബെത്ലഹേം എഫ്രാത്തെ. എഫ്രാത്ത് എന്നായിരുന്നു ആ സ്ഥലത്തിന്റെ പഴയ പേര്. നീയോ ബെത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും. അപ്പൊ അതൊരു കൊച്ചു ഗ്രാമമാണ്, പിറവം പോലെ അല്ല, ഇതിനേക്കാൾ ചെറുത് ഒരു കൊച്ചു ഗ്രാമമാണ്. നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതാണ്, എന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. നീ ചെറുതാണെങ്കിലും നിന്നിൽ നിന്ന് വലിയവൻ ഉത്ഭവിക്കും. അന്നൊരു പ്രവചനം, ഇന്നേക്ക് 2500 കൊല്ലം മുമ്പ് ഒരു പ്രവചനമാണ്. നീ ചെറുതാ, പക്ഷെ നിന്നിൽ നിന്ന് വലിയവൻ ഉത്ഭവിക്കും. അതിനകത്തൊരു സന്ദേശം ഉണ്ടല്ലേ? ചെറിയവരിൽ നിന്ന്, ചെറിയ ചെറിയ കൊച്ചു വീട്ടില്, കൊച്ചു ഗ്രാമത്തില് വലിയവൻ വന്നാൽ അവൻ വലിയവനാകും. ആ ദേശം അറിയപ്പെടും, ആ വ്യക്തിയും മാനിക്കപ്പെടും. നീ ചെറിയവനാണെങ്കിൽ പേടിക്കണ്ട, നിന്നിൽ നിന്ന് വലിയവൻ ജനിക്കും. അതേ വാക്യം മത്തായി എന്ന മനുഷ്യൻ പുതിയ നിയമത്തിൽ എഴുതിയപ്പോൾ ഒരു ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. വായിച്ചു നോക്കി, 2:6. യഹൂദിയ ദേശത്തിലെ ബെത്ലഹേമേ, നീ യഹൂദിയ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. അയ്യോ, ഇതെന്നെ ഇങ്ങനെ തെറ്റിച്ചെഴുതിയേ? പുസ്തകം തെറ്റിക്കാവോ? പുസ്തകം തെറ്റിച്ചെഴുതാൻ പാടില്ല. പക്ഷേ മത്തായി എഴുതാൻ തുടങ്ങിയപ്പോഴത്തേനും ബേത്ലഹേം അങ്ങ് വലുതായി. ബേത്ലഹേം ലോകം മുഴുവൻ അറിയപ്പെടുന്ന സ്ഥലമായി മാറി.
അപ്പൊ അന്ന് പ്രവചിച്ചപ്പോൾ അതൊരു കൊച്ചു സ്ഥലമായിരുന്നു. പിന്നീട് മത്തായി എഴുതിയപ്പോ പറയുക, നീ ചെറുതല്ല. പണ്ട് എഴുതി നീ ചെറുതാണേലും വിഷമിക്കണ്ട, ഇപ്പൊ എഴുതി നീ ചെറുതല്ല. ദൈവം നിങ്ങളോട് ഈ വചനത്തിലൂടെ സംസാരിക്കുക. ഇന്ന് ചെറുതായ സാഹചര്യത്തിൽ നീ യേശുവിനെ സ്വീകരിക്കുക. നീ ചെറുതല്ല, കാരണം നിന്റെ അകത്ത് വന്നത് വലിയവനാണ്, നിന്റെ വീട്ടിൽ വന്നത് വലിയവനാണ്, നിന്റെ ഹൃദയത്തിൽ വന്നത് വലിയവനാണ്. ഹല്ലേലൂയ. നമ്മുടെ അപകർഷതാബോധം മാറണമെങ്കിൽ യേശു ആരാണെന്ന് അറിഞ്ഞാൽ മതി. നിനക്ക് നിറം കുറവായിരിക്കും, നിനക്ക് പണം കുറവായിരിക്കും, വിദ്യാഭ്യാസം കുറവായിരിക്കും, പക്ഷേ വലിയവൻ നിന്റെ അകത്ത് വന്നിരിക്കുന്നു. ശലോമോനേക്കാൾ വലിയവൻ, ദേവാലയത്തേക്കാൾ വലിയവൻ നിന്റെ അകത്ത് വന്നിരിക്കുക. കൈകൾ ഉയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. നക്ഷത്രം കണ്ടുകൊണ്ട് പുറപ്പെട്ടു, വചനം കൊണ്ട് കൺഫേം ചെയ്തു. ഒന്നുകൂടെ പറയാം, നക്ഷത്രം കണ്ടുകൊണ്ട് പുറപ്പെട്ടു, വചനം കൊണ്ട് കൺഫേം ചെയ്തു. അങ്ങനെയാണ് ഈ നക്ഷത്രം എന്തുവാ. ഇന്നിപ്പോ നമ്മൾ അതിനെ എങ്ങനെയാ പഠിക്കേണ്ടത്? നമ്മുടെ ഉള്ളിൽ ദൈവം തരുന്ന ഒരു പ്രകാശം, ഒരു നടത്തിപ്പ് എന്നൊക്കെ വേണേ നമുക്കതിനെ എടുക്കാം. അല്ലാതെ എന്തോ എടുക്കുക? ഏതോ ഒരു ഉൾവിളിയാ നമ്മളെ ഈ യോഗത്തിലോട്ട് കൊണ്ടുവരുന്നത്. ഇന്നും അങ്ങനെയാണ്, അന്നും അങ്ങനെയാണ്. ഇനി ഞാൻ പോകണ്ടെന്ന് വിചാരിച്ചതായിരുന്നു, എന്നാൽ അവിടെ നിന്ന് ആ വഴിയെ പോയപ്പോ ഒന്നും കയറണം തോന്നി. അതൊരു ഉൾവിളിയാ. ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടില്ലേ? അപ്പൊ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. അന്നേരമാണ് അവിടെ ഒരു പാട്ട് കേട്ടത്. എന്നാൽ ഇച്ചിരി നേരം നിന്നേക്കാവെന്ന് വിചാരിച്ചു. നിന്നപ്പോ അത് എന്നോട് ഇടപെടുന്ന പോലെ എനിക്ക് തോന്നി. ഇത് തന്നെയാ ഉൾവിളിയിൽ ഞാൻ പറഞ്ഞത്. എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു എന്ന് പറഞ്ഞ് പലരെ ദൈവം തമ്പുരാൻ ഏതോ നക്ഷത്രം കാണിച്ച് ആകർഷിച്ച് വലിച്ച് ഇതിനകത്ത് കൊണ്ടുവന്നു. അവന്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പക്ഷെ ആ നക്ഷത്രം മാത്രം കൊണ്ട് അത് കൺഫർമേഷൻ ആകുന്നില്ല. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനം കൊണ്ട് വേണം നിന്റെ ഉൾവിളിയെ ഉറപ്പിക്കാൻ, നടത്തിപ്പുകളെ ഉറപ്പിക്കാൻ, വെളിപ്പാടുകളെ ഉറപ്പിക്കാൻ, ഉൾപ്രേരണകളെ ഉറപ്പിക്കാൻ. അകത്ത് കിട്ടുന്ന ദൈവപ്രേരണകളെ ഉറപ്പിക്കുന്ന ആണിയാണ് ദൈവവചനം. വെറും വെളിപ്പാടിൽ പോകാനൊക്കത്തില്ല, ദൈവത്തിന്റെ വചനത്താൽ ഉറപ്പിക്കാം. ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു, ഞാനിങ്ങനെ വെളിപ്പാട് കണ്ടു എന്നൊരാൾ പറയുമ്പോൾ അതിനെ ദൈവവചനം കൊണ്ട് ഉറപ്പിക്കപ്പെടണം. അവിടെ ചെന്നപ്പോ ദൈവവചനം എത്ര വർഷം പഴക്കമുള്ള വചനമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് 2013 ജാനുവരിയിൽ ഇവിടെ നിന്നുകൊണ്ട് നാം ഈ വചനം ധ്യാനിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് പറയാം, ദൈവമേ നിന്റെ വചനം സ്വർഗത്തിലെന്നേക്കും സ്ഥിരമായിരിക്കുന്നു. ആകാശം മാറിപ്പോയാലും ഭൂമി മാറിപ്പോയാലും ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. അങ്ങനെ അവർ ദൈവത്തിന്റെ ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ അവർ ചെന്നത്, അതുകൊണ്ട് പല തിന്മയുണ്ടായി. തിന്മയുണ്ടായത് എന്താണെന്ന് ചോദിച്ചാൽ കുറെ നിരപരാധികളായ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു. വേണമെങ്കിൽ നമുക്കൊരു ആത്മീയ പാഠം പഠിക്കാം. ദൈവിക ദർശനം ലഭിച്ചവൻ ദൈവിക ദർശനത്തിൽ പോകാതിരിക്കുന്നത് നിമിത്തം ഒരുപാട് നിരപരാധികൾ കൊല്ലപ്പെടും, മുറിവേൽക്കും, കഷ്ടം അനുഭവിക്കും. അത് എന്നിൽ കൂടെയും നിങ്ങളിൽ കൂടെയും സംഭവിക്കാതിരിക്കട്ടെ. ദൈവിക ദർശനം ലഭിച്ച കുടുംബനാഥൻ ആ ദർശനമനുസരിച്ച് പോയില്ലെങ്കിൽ അവന്റെ കുഞ്ഞുങ്ങൾ ശിക്ഷിക്കപ്പെടും. ദൈവിക ദർശനം ലഭിച്ച മാതാക്കൾ ആ ദർശനമനുസരിച്ച് പോയില്ലെങ്കിൽ അവന്റെ തലമുറ ശിക്ഷിക്കപ്പെടും. ദൈവിക ദർശനം ലഭിച്ച സഭകൾ, ദൈവിക ദർശനം ലഭിച്ച നേതാക്കൾ, ദൈവിക ദർശനം ലഭിച്ച ലീഡേഴ്സ് അതനുസരിച്ച് പോയില്ലെങ്കിൽ ഒരുപാട് പേര് ദുഃഖിക്കേണ്ടി വരും. ഓർത്തുകൊള്ളുക, നീ ഒറ്റയ്ക്കല്ല ഇവിടെ ജീവിക്കുന്നത്. നീ നശിച്ചാലും അത് ചിലരെ ബാധിക്കും, നീ നന്നായാലും അത് ചിലരെ ബാധിക്കും. ഒന്നുകൂടെ ഞാൻ പറയാം, ജയിലിൽ പ്രവർത്തിക്കുന്ന ഒരു കൗൺസിലറോട് ഒരു ജയിൽ പുള്ളി ചോദിക്കുക, എന്റെ കാശ് കൊണ്ട് ഞാൻ കഞ്ചാവ് വലിക്കുന്നതിന് സാറിന് എന്നാ കുഴപ്പം? ആ ദേവദാസൻ പറഞ്ഞു, നീ പറഞ്ഞ ഞാൻ സമ്മതിക്കുന്നു, തർക്കത്തിന് വേണ്ടി നീ പറഞ്ഞത് ശരിയാണ്, നിന്റെ കാശ് കൊണ്ട് നീ കഞ്ചാവ് വലിക്കുന്നതിന് എനിക്കൊരു ദോഷമില്ല. പക്ഷെ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കാമോ? ആ പറഞ്ഞു. നീ കഞ്ചാവ് വലിച്ചേച്ച് ഓടിച്ചോണ്ട് വരുന്ന ഓട്ടോറിക്ഷ ഒരു മരത്തെ മാത്രമേ ഇടിക്കുള്ളൂ എന്നും കൂടെ നിനക്ക് ഉറപ്പ് തരാമോ?
നീ കഞ്ചാവ് വലിച്ചിട്ട് ഓടിച്ചോണ്ട് വരുന്ന ഓട്ടോറിക്ഷ എന്റെ ഭാര്യ വഴിയെ നടന്നു വരുമ്പോ ഇടിക്കുകയല്ലെന്ന് നിനക്ക് ഉറപ്പ് തരാമോ? ഇല്ല, അത് തരാൻ പറ്റുകയില്ല. എങ്കിൽ നിന്റെ കാശ് കൊടുത്ത് നീ കഞ്ചാവ് വലിക്കുന്നതുകൊണ്ട് നിനക്ക് മാത്രമല്ല പലർക്കും ദോഷമുണ്ട്. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? നീ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾ കൊണ്ടും നിനക്ക് മാത്രമല്ല മറ്റു ചിലർക്കും കൂടെ ദോഷം വരുന്നുണ്ട്. അതുകൊണ്ട് സുവിശേഷത്താൽ നീ രൂപാന്തരപ്പെടുന്നത് ഈ നാടിന് നന്മയാ. സുവിശേഷത്താൽ നീ രൂപാന്തരപ്പെടുന്നത് നിന്റെ കുടുംബത്തിന് നന്മയാ, ദേശത്തിന് നന്മയാ. സുവിശേഷത്തിന്റെ ഉണർവുണ്ടായ വെയിൽസ് എന്ന രാജ്യത്ത് ദീർഘവർഷങ്ങൾ പോലീസ് സ്റ്റേഷൻ അടച്ചിട്ടു. അവിടെ പത്രങ്ങളിൽ വന്ന വാർത്ത ഫ്രെയിം ചെയ്ത് ഭിത്തിയിലിട്ടിട്ടുണ്ട്. വെയിൽസിൽ നടന്ന പ്രാർത്ഥനാ യോഗത്തിന്റെ പരിണിതഫലം ഇവാൻ റോബർട്ട്സ് എന്ന ദൈവദാസന്റെ പ്രാർത്ഥനയുടെ പുറകെ കുറെ സ്ത്രീകൾ പ്രാർത്ഥിച്ചു, കുറെ പുരുഷന്മാർ പ്രാർത്ഥിച്ചു. മാസങ്ങൾ നീണ്ട പ്രാർത്ഥനയുടെ ഫലമായി ആ രാജ്യത്തൊരു ഉണർവുണ്ടായി, സുവിശേഷ വിപ്ലവം ഉണ്ടായി. പോലീസ് സ്റ്റേഷനിൽ ഒരു ഒറ്റ കേസില്ലാതെ വന്ന സ്റ്റേഷൻ അടച്ചു. കുറച്ചു കാലം കഴിഞ്ഞ് കോടതിക്ക് അവധി കൊടുത്തു എന്ന പത്രങ്ങളിൽ വന്ന വാർത്ത അവിടെ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുക. സുവിശേഷത്താൽ ഒരു ഉണർവുണ്ടായാൽ നാടിനത് നന്മയാ. സുവിശേഷത്താൽ ഒരു ഉണർവുണ്ടായാൽ കുടുംബങ്ങൾക്കത് നന്മയാ. മദ്യപാനികൾ വർദ്ധിക്കുന്നത് കൊണ്ട് അവനും അവന്റെ കുടുംബത്തിനും മാത്രമല്ല സമൂഹത്തിനും കൂടെ തിന്മയാണ്. ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷം ഞങ്ങൾക്ക് മാത്രമല്ല, കേൾക്കുന്നവർക്ക് മാത്രമല്ല, ഈ ദേശത്തിന് ഇത് നന്മയാണ്. അതുകൊണ്ട് സുവിശേഷ യോഗം നടത്തുന്നവരെ പ്രോത്സാഹിപ്പിക്കണം. മുഴുവനൊന്നും പെർഫെക്റ്റ് ആണോ എന്നൊന്നും നോക്കണ്ട. യേശു ക്രിസ്തുവിനെ ഉയർത്തുന്ന ഒരു സുവിശേഷ യോഗവും മോശമല്ല. യേശു ക്രിസ്തുവിനെ ഉയർത്തുന്ന എല്ലാ മീറ്റിംഗും അനുഗ്രഹമാണ്. അങ്ങനെ അവർ കാര്യം കൺഫേം ചെയ്തു. അവരാ രാജാവിന്റെ വീട്ടിൽ പോയതുകൊണ്ട് ചില ദോഷങ്ങളൊക്കെ ഉണ്ടായി. എന്നാൽ ചില ഗുണം പിന്നെയും ആത്മാർത്ഥതയുണ്ടെങ്കിൽ അതിനകത്ത് നന്മയുണ്ട്. നമുക്ക് അറിയാതെ ഒരു തെറ്റ് പറ്റിയാൽ നമ്മൾ അനുദപിച്ച ദൈവം നന്മയ്ക്കാക്കും. തെളിവുകൾ ധാരാളം തരാം. സ്തോത്രം. രൂത്ത് അതിനൊരു ഉദാഹരണമാണ്. അങ്ങോട്ട് പോയതൊരു പരാജയമായിരുന്നു, പക്ഷെ തിരിച്ചു വന്നതൊരു നന്മയുമായിട്ടാണ്. നമ്മുടെ തെറ്റ് നമ്മൾ സമ്മതിക്കുമെങ്കിൽ അതും നന്മയ്ക്കാക്കി ദൈവം മാറ്റും. നമുക്കൊക്കെ എന്തോ ഒരു അറിവില്ലായ്മ സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് ഒരു അറിവില്ലായ്മയും പറ്റിയിട്ടില്ലെന്ന് പറഞ്ഞ് നല്ല ഉറപ്പുള്ളവരെന്ന് കൈ ഉയർത്തിപ്പിടിച്ചാട്ടെ. ഈ പ്രസംഗം കേൾക്കാതിരുന്നാൽ ചിലപ്പോൾ അറിയാതെ കൈ പൊക്കിപ്പോവും. കാരണം എല്ലാത്തിനും കൈ പൊക്കുകയാണല്ലോ നമ്മള്. സോദരം, എനിക്കൊരു അറിവില്ലായ്മയും സംഭവിച്ചിട്ടില്ല എന്ന് പറയാൻ കഴിവുള്ള ആരെയും ഞാനിതുവരെ കണ്ടിട്ടില്ല. നമുക്കൊക്കെ അറിവില്ലായ്മ ഇപ്പോഴും പറ്റുന്നുണ്ട്. പക്ഷെ അതിനകത്തൊരു സത്യസന്ധത, ഒരു ആത്മാർത്ഥത, കപടതയില്ലാതെ ദൈവനാമം മഹത്വപ്പെടണമെന്നൊരു ചിന്തയുണ്ട്. ദൈവം അത് നന്മയ്ക്കാക്കി മാറ്റും. അറിവില്ലായ്മ ദൈവത്തോട് ഏറ്റു പറഞ്ഞാൽ ദൈവം അത് നന്മയ്ക്കാക്കി മാറ്റും. ഇതാ ഹേരോദാവിന്റെ വീട്ടിൽ പോയതുകൊണ്ട് എന്ത് ഗുണം കിട്ടി? ഹേരോദാവിനും ഭാവിയിൽ നമസ്കരിക്കേണ്ട രാജാവിനെ കുറിച്ചൊരു ചിത്രം കിട്ടിയില്ലേ? വേദപുസ്തകം അരച്ചു കലക്കി പഠിച്ചു വെച്ചിരിക്കുന്ന പരീശന്മാർക്കും ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റിയില്ലേ? മീഖയുടെ പുസ്തകം ഇപ്പൊ എടുക്കാൻ പറഞ്ഞാൽ എടുക്കാൻ അറിയുന്ന കുറച്ച് പേരെ നമ്മുടെ കൂടെ കാണത്തുള്ളൂ. അങ്ങനെ ഞാൻ പറഞ്ഞത് ക്ഷമിക്കണം. കാരണം മീഖയൊക്കെ എവിടെ കിടക്കും? അതൊക്കെ തപ്പിയെടുക്കണം. എന്തോ ഒരു കഷ്ടപ്പാടാണ്. അല്ലെ ഒരു പരീക്ഷണാർത്ഥം ഒരു ബൈബിൾ മേടിച്ച് നോക്കും. മീഖയുടെ ആ ഭാഗത്ത് പ്രസീന്ന് വന്ന പശ പോലും പോയി കാണുകയില്ല. അപ്പൊ ഈ ഹേരോദാവിന്റെ കൊട്ടാരത്തിൽ ചെന്ന് പറഞ്ഞു വഴി മീഖ എടുത്ത് വായിച്ചില്ലേ? അപ്പൊ നമ്മളെക്കാൾ വേദപുസ്തകം പഠിച്ചവരല്ലേ അവരെന്ന് ഞാൻ ചോദിച്ചത്. സ്വത്രം. നമ്മുടെ പുസ്തകത്തിൽ സങ്കീർത്തനം വേണേ പെട്ടെന്ന് എടുക്കാം, ബാക്കിയൊന്നും അങ്ങനെ കിട്ടുകയല്ല നമുക്ക്. പക്ഷെ അവര് മീഖ പെട്ടെന്ന് എടുത്തു. പക്ഷേ ഒരു മർമ്മം കേട്ടോണം, എന്നിട്ടും ഗുണം കിട്ടിയില്ല. പുസ്തകം പഠിച്ചാലും പോരാ, ഇത് അനുഭവത്തിൽ വരണമെന്നേ. ഭയങ്കര പുസ്തക പണ്ഡിതന്മാരുണ്ട്, പക്ഷെ ഒരു മാനസാന്തരവും ഇല്ല. ജീവിതത്തിൽ വരാത്ത പഠനം ആർക്ക് വേണം? മീഖ 5:2 എഴുതിയിട്ടുണ്ട് യേശു ബേത്ലഹേമിൽ ജനിക്കുമെന്ന്. എനിക്കൊരു സംശയം ഇവരോട് ചോദിക്കാനുണ്ട്, പക്ഷെ ഇവരെ ഇപ്പൊ കിട്ടുകയല്ലോ. എന്നാൽ നിങ്ങൾക്ക് ഈ വിദ്വാന്മാരുടെ കൂടെ പോകാൻ പാടില്ലായിരുന്നു? നിങ്ങൾക്കറിയാവില്ല ബേത്ലഹേമിലാണെന്ന്. അവര് നക്ഷത്രം കണ്ടു വന്നില്ലേ ഇത്രയും ദൂരെന്ന്? നിങ്ങളുടെ വണ്ടി എടുത്ത് അവരെ കൊണ്ട് പോ. അവനെ നമസ്കരിക്കാനല്ലേ ഈ ജന്മം? അവനെ നമസ്കരിക്കാനല്ലേ ഈ ജന്മം? എന്തിന് കിട്ടിയ അവസരം പാഴാക്കണം?
പിറവത്തുള്ള ജനതയോട് പറയുകയാ, സത്യ സുവിശേഷം ഇതാണെന്ന് പല പ്രാവശ്യം ദൈവം നിന്നെ അറിയിച്ചു. ആരെയും നോക്കി നിൽക്കണ്ട, ആരെയും നോക്കി നിൽക്കണ്ട, മുന്നോട്ട് പോകുക. 50 കൊല്ലം മുമ്പ് 2 അധ്യാപകർ ഒരുമിച്ച് ബൈബിൾ ക്ലാസ്സിൽ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെച്ചാൽ വരാനുള്ളവർ കൂടെ വരും. നീ അവരുടെ പക്ഷം ചേരുകയില്ല, അവർ നിന്റെ പക്ഷം ചേരും. ഇത് ദൈവത്തിന്റെ വചനമാണ്. നീ അവരുടെ പക്ഷം ചേരുകയില്ല, അവർ നിന്റെ പക്ഷം ചേരും. ഇത് ദൈവത്തിന്റെ വചനമാണ്. ബീഘ 5:2 വായിച്ച് കേൾപ്പിച്ച ശാസ്ത്രിമാർ വിദ്വാൻമാരുടെ കൂടെ വന്നില്ലെങ്കിലും വിദ്വാൻമാർ വീട് തപ്പി ഇറങ്ങി. പക്ഷെ അവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന വഴികാട്ടി കാണാനില്ല. നക്ഷത്രം കാണാനില്ല. അവർ പരിഭ്രമിച്ചു. വാക്യം 10 ഇങ്ങനെ വായിക്കുന്നു, നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ആദ്യം കണ്ട നക്ഷത്രം വീണ്ടും കണ്ടു. ദൈവത്തിന്റെ കരുണ നോക്കുക. ഒരു തെറ്റ് പറ്റിയെങ്കിലും, ഒരു മിസ്റ്റേക്ക് കാണിച്ചെങ്കിലും നക്ഷത്രം അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. ദൈവം നല്ലവനാണ് കേട്ടോ, ദൈവം കരുണയുള്ളവനാണ്. ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയാലും നിന്റെ അകത്ത് വന്ന ദൈവവിളി നഷ്ടപ്പെട്ടു പോകാതെ ദൈവം ഒരിക്കൽ കൂടെ നിന്നെ വിളിക്കുകയാ കർത്താവിനെ അനുസരിക്കാൻ. അവർ വീണ്ടും നക്ഷത്രം കണ്ടു. അത് ആ വീട്ടിലേക്ക് അവരെ ഗൈഡ് ചെയ്തു. അവിടെ ചെന്ന് യേശുവിനെ കണ്ടു, നമസ്കരിച്ചു. 2-3 കാര്യങ്ങൾ കൂടെ വേഗം പറയട്ടെ. വാക്യം 10-11 ഒന്നുകൂടെ വായിക്കാം. മത്തായി 2:10-11. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ട് വീണവനെ നമസ്കരിച്ചു. ആമേൻ, ആമേൻ. നമ്മൾ ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമുക്കൊരു മുൻവിധി പാടില്ല. എന്ത് എഴുതിയിരിക്കുന്നോ അങ്ങനെ പഠിക്കണം. അവർ അവനെ നമസ്കരിച്ചത് എങ്ങനെ, ആരെ എന്ന് അവിടെ കൃത്യമാണ്. നമസ്കരിച്ചത് വീണാണ് നമസ്കരിച്ചത്. എന്ന് പറഞ്ഞാൽ അത്രമാത്രം അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. അവൻ മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ. അവനെ നമസ്കരിക്കുന്നത് പൂർണ്ണ മനസ്സോട് വേണം, പൂർണ്ണ ശക്തിയോടെ വേണം, പൂർണ്ണ ആത്മാവോടുകൂടെ വേണം. അവനാണ് ആരാധനയ്ക്ക് യോഗ്യൻ. അവനൊപ്പം പറയാൻ ഒരാളുമില്ല. അവനെ പോൽ ആരാധ്യരാരുമില്ല. ഓ ഹല്ലേലൂയ. യേശുവെ പോലെ ആരുമില്ല. അവനെ പോലെ ആരാധനയ്ക്ക് യോഗ്യൻ ആരുമില്ല. അവനെ ആരാധിക്കുന്നത് പകുതി മനസ്സോടെ ആകരുത്, പൂർണ്ണ മനസ്സോടെ ആകണം. മറ്റൊന്നും ചിന്തിച്ചോണ്ടാകരുത്. നാണക്കേട് വെക്കരുത്, ദുരഭിമാനം വെക്കരുത്, പൊങ്ങച്ചം കാണിക്കരുത്. അവന്റെ മുമ്പിൽ വീഴാൻ കഴിയാത്ത ആരോ ഉള്ള? അവനേക്കാൾ വലിയവർ ആരുണ്ട്? അവനേക്കാൾ ശക്തൻ ആരുണ്ട്? അവനേക്കാൾ സുന്ദരൻ ആരുണ്ട്? അവനേക്കാൾ മഹാൻ ആരുണ്ട്? അവനേക്കാൾ സമ്പന്നൻ ആരുണ്ട്? അവന്റെ മുമ്പിൽ ഞാനും നീയും ഒരു പുഴുവല്ലേ? നമ്മളും ഒരു കല്യാണത്തിന് പോയാലും മരണ വീട്ടിൽ പോയാലും ആളുകൾ തമ്മിൽ വലിപ്പ വ്യത്യാസമുണ്ട്. വിദ്യാഭ്യാസം കൊണ്ട് വ്യത്യാസം, കുടുംബം കൊണ്ട് വ്യത്യാസം, നിറം കൊണ്ട് വ്യത്യാസം, ധനം കൊണ്ട് വ്യത്യാസം, പല പല വ്യത്യാസങ്ങളുണ്ട്. ഡ്രസ്സിലൊക്കെ ആ വ്യത്യാസം വെളിപ്പെടുത്താൻ നമുക്കെല്ലാം താല്പര്യവുമുണ്ട്. എന്നാൽ ഒരു കാര്യം ഓർത്തോണം, യേശുവിന്റെ മുൻപിൽ എല്ലാവരും സമന്മാരാണ്. 3-ാമത്തെ കാര്യം, ആ വീട്ടിലുണ്ടായിരുന്ന മറിയയെ അവർ ആരാധിച്ചില്ല. ആ വീട്ടിലുള്ള ജോസഫിനെ അവർ ആരാധിച്ചില്ല. ആ കിടന്ന കട്ടിലിനെ അവർ ആരാധിച്ചില്ല. ആ തൊട്ടിലിനെ അവർ ആരാധിച്ചില്ല. ആ വീടിനെ അവർ വണങ്ങിയില്ല. ആ വീട്ടിലുള്ള ഒരു സാധനവും അവർ എടുത്തു സൂക്ഷിച്ചു വെച്ചില്ല. എങ്ങനെ ജനത്തെ ഈ തെറ്റിൽ നിന്ന് വിടുവിക്കും? എങ്ങനെ ജനത്തെ ഈ വഞ്ചനയിൽ നിന്ന് വിടുവിക്കും? എങ്ങനെ ഈ അനാചാരത്തിൽ നിന്ന് വിടുവിക്കും? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തിനെ കണ്ടു. അവന്റെ കയ്യിൽ ഒരു നൂല് കെട്ടിയിരിക്കുന്ന കണ്ടു. ഞാൻ ആരെയും പുച്ഛിക്കുകയോ പരിഹസിക്കുകയോ ഒന്നും ചെയ്യത്തില്ല, ഒരു വിശ്വാസത്തെയും പരിഹസിക്കത്തില്ല. ഓരോരുത്തരുടെ വിശ്വാസമല്ലേ. ഞാൻ ചോദിച്ചു, മോനെ ഇത് എന്തിനാ? ആദ്യം അവൻ പറഞ്ഞില്ല, പിന്നെ പറഞ്ഞു ഇതൊരു പ്രത്യേക സ്ഥലത്ത് പ്രാർത്ഥിച്ചിട്ട് കിട്ടുന്നതാണ്. ഇതിൽ 3 കെട്ടുണ്ട്. നമ്മുടെ മനസ്സിൽ ഒരു കാര്യം ആഗ്രഹിച്ചുകൊണ്ടാണ് ആ കെട്ട് കെട്ടുന്നത്. അപ്പോൾ 1-ാമത്തെ കെട്ട് പൊട്ടുമ്പോൾ ഇത് കുറേ ദിവസം കഴിഞ്ഞ് പൊട്ടും.
ചെറിയ നൂല. ഒന്നാമത്തെ കെട്ട് പൊട്ടുമ്പോൾ ഒരു കാര്യം സാധിക്കും, രണ്ടാമത്തെ കെട്ട് പൊട്ടുമ്പോൾ രണ്ടാമത്തെ കാര്യം സാധിക്കും, മൂന്നാമത്തെ കെട്ട് പൊട്ടുമ്പോൾ മൂന്നാമത്തെ കാര്യവും സാധിക്കും. ഞാൻ ആദ്യമായിട്ട് അങ്ങനെയുള്ള കാര്യം കാണുന്നു. ചെറിയ നൂല. ആരെങ്കിലും അങ്ങനെ കെട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കുറ്റം പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. നിങ്ങളുടെ കാര്യം സാധിക്കുന്നെങ്കിൽ കെട്ടിക്കോ, ഒരെണ്ണം കൂടെ കെട്ടിക്കോ, കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഇതൊക്കെ നമ്മളെ ആരോ പറഞ്ഞു പറ്റിക്കുന്നതാണ്. ഈ ദുരാചാരങ്ങളും ദുരുപദേശങ്ങളും കൊണ്ട് ക്രൈസ്തവ സഭ നിറഞ്ഞിരിക്കുക. ഇതെല്ലാം കൂടെ വന്ന് മൂടിയിട്ട് യഥാർത്ഥ സത്യം അറിയത്തുമില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഏത് കാര്യം സാധിക്കും? ഇപ്പൊ ഒരു ഏക്കർ സ്ഥലം, അങ്ങനെയുള്ളതൊന്നും പറ്റില്ല സാറേ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പറ്റത്തുള്ളൂ. ഇത് ചെറിയ ഒരു പരീക്ഷ, ഒരു അഡ്മിഷൻ, അങ്ങനെയൊക്കെയുള്ളവല്ലോ. ഞാൻ പറഞ്ഞത് അതാണ് സമാധാനമുണ്ട്. സ്തോത്രം. നമ്മൾ പഠിക്കാൻ വേണ്ടി ചോദിക്കുന്ന, ആരും പുച്ഛിക്കാനല്ല. സ്തോത്രം. അപ്പോൾ ഇനി എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ അറിയാനുണ്ട്. കർത്താവായ യേശുവിൻ്റെ ശക്തിയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞാൽ, കർത്താവിൻ്റെ നാമത്തെക്കുറിച്ച് അറിഞ്ഞാൽ, അവനെ ആരാധിക്കുന്നവന്റെ മഹത്വം അറിഞ്ഞാൽ, നമ്മൾ ഈ അനാചാരങ്ങളോടെല്ലാം വിട പറയും. അവൻ അത്ര വലിയവനാണ്, അവൻ അത്ര ശക്തനാണ്. നിങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. യേശു അത്ര വലിയവനാണെങ്കിലും ഒരു ചെറിയവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കും. അതിനൊന്നും ചരടൊന്നും വേണ്ട. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് വിടുതലുണ്ടാവും. യേശുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് രോഗശാന്തി ഉണ്ടാവും. യേശുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് അശുദ്ധാത്മ ശക്തിയിൽ നിന്ന് വിടുതലുണ്ടാവും. യേശുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിന് സമാധാനം ലഭിക്കും. കാരണം യേശു ജീവിക്കുക. അവര് വീണവനെ നമസ്കരിച്ചു. ഞാൻ പറയാൻ വന്നത്, അവരൊന്നും കാര്യം സാധിക്കാനല്ല വന്നത്. നീ അതാ ഭയങ്കര സന്തോഷമുള്ള കാര്യം. ഇത് പറയുമ്പോൾ ദൈവമക്കൾ പോലും ചിലപ്പോൾ പിണങ്ങാൻ സാധ്യതയുണ്ട്. കാരണം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി ദൈവത്തെ ആരാധിക്കുന്നവരുണ്ട്. ഇവരൊന്നും സാധിക്കാനല്ല വന്നത്. ഇവരേറിയ കാലം കൊണ്ട് സാധിച്ചത് ഇവിടെ കൊടുക്കാനാ വന്നത്. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? ഹല്ലേലൂയ. അവര് എൻ്റെ ഒരു മോളുടെ കല്യാണം നടക്കാനുണ്ട്, അതൊന്ന് നടത്തി കിട്ടാൻ വേണ്ടിയിട്ട് വന്ന് മുട്ടുകുത്തിയതല്ല. അവർക്കൊരു കല്യാണവും നടക്കണ്ട, അവർക്കൊരു വീടും വെക്കണ്ട. അവർ കോടീശ്വരന്മാരാണ്. അവർക്കുള്ളതെല്ലാം കൊണ്ടുവന്ന് ഈ കുഞ്ഞിന്റെ കാൽക്കൽ വെച്ച് അവനെ നമസ്കരിക്കുകയാ. ഞാൻ അവനെ നമസ്കരിക്കുന്നത് കാര്യസാധ്യത്തിനല്ല, അവൻ ആരാധനയ്ക്ക് യോഗ്യനായത് കൊണ്ടാണ്. പള്ളിയിൽ പോണതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ കാര്യസാധ്യത്തിനല്ലേ? പൊക്കോളൂ. പക്ഷേ ഈ ഭൂമിയിലെ കാര്യസാധ്യത്തിനപ്പുറത്ത് ആരാധനയ്ക്ക് യോഗ്യനായ യേശുവിനെ തിരിച്ചറിയുവാൻ ഇന്ന് രാത്രി ഒരു സുവിശേഷകൻ നിങ്ങളോട് ബുദ്ധി പറയുകയാണ്. അവർ മറിയയെ ആരാധിച്ചില്ല എന്ന് പറയുമ്പോൾ പരിഹസിച്ചതല്ല, സത്യവചനം നിങ്ങളോട് പറയണമല്ലോ. ബൈബിൾ എന്തു പഠിപ്പിക്കുന്നു എന്ന് പറയാം. വിശുദ്ധ മറിയമിനെയോ ജോസഫിനെയോ ആരാധിച്ചതായി ഒരു വാക്യവും ബൈബിളിലില്ല. ആരാധിക്കരുതെന്ന് പല വാക്യം ബൈബിളിലുണ്ട്. 10 കൽപ്പന മാത്രം എടുത്താൽ മതി. നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് ആരാധിക്കുക. അവൻ ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്. അപ്പോൾ ആരാധനയ്ക്ക് തമ്പുരാനല്ലാതെ ആരും യോഗ്യരല്ല. വേറെ ആരെയും നമസ്കരിക്കാൻ പാടില്ലെന്ന് ഒന്നല്ല, പല തിരുവെഴുത്തിൽ നിന്ന് വായിക്കാം. നമുക്ക് സമയം ലാഭിക്കാൻ വേണ്ടി വായിക്കുന്നില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ നമസ്കരിക്കാൻ അനുവാദമില്ല. കർത്താവിനെ മാത്രമേ ആരാധിക്കാൻ അനുവാദമുള്ളൂ. ആരാധിച്ചതായിട്ട് ഒരു സ്ഥലത്തുമില്ല. ഇനി വീണ്ടും പഠിച്ചാൽ യേശുവിന്റെ അമ്മയായ മറിയത്തിനെ ശിമയോൻ എന്ന വൃദ്ധൻ തലേ കൈവച്ച് അനുഗ്രഹിച്ചു വിട്ടു എന്ന് ലൂക്കോസ് എഴുതിയിരിക്കുന്നു. യേശുവിന്റെ അമ്മയായ മറിയത്തിനെയും ജോസഫിനെയും ശിമയോൻ എന്ന വല്യപ്പൻ, ശിമയോൻ ആരാ? അത്ര ഫേമസ് ആളൊന്നും അല്ല. ശിമയോൻ ആരാന്ന് ആർക്കും അറിഞ്ഞുകൂടെ? ഒരു ചെറിയ റിപ്പോർട്ട് അയാളെ കുറിച്ചുള്ളൂ. ആ വല്യപ്പൻ ഈ സഹോദരിയെയും ഭർത്താവിനെയും തലേ കൈവച്ച് അനുഗ്രഹിച്ചു. അപ്പൊ ഒരു സാധാരണ വായന വായിച്ചാൽ മനസ്സിലാവും, അവരെക്കാൾ വലിയവനാ ശിമയോൻ. അവര് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന സ്വീകരിച്ചില്ലേ? എന്നാൽ ആ ശിമയോനും
യേശുവിനെ അനുഗ്രഹിച്ചില്ല. യേശു കുഞ്ഞിനെ എടുത്തിട്ട് അനുഗ്രഹിച്ചില്ല. യേശു കുഞ്ഞിനെ കൈ പിടിച്ചോണ്ട് ശിമയോൻ പറഞ്ഞത് ഇങ്ങനെയാ: ഇപ്പോൾ നാഥാ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു എന്ന് പറഞ്ഞിട്ട് അമ്മയപ്പനെ അനുഗ്രഹിച്ചെന്നാ. ഇതൊക്കെ മനസ്സിലാക്കാൻ ദൈവം നമ്മുടെ കണ്ണ് തുറക്കട്ടെ. മാതാവിനെ നമുക്ക് ബഹുമാനിക്കാം. മാതാവിനെ നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ സ്ത്രീകൾ അവരുടെ ജീവിതത്തിൽ മറിയത്തിന്റെ സ്വഭാവം പകർത്തുന്നത് നല്ലതാണ്. മറിയം വളരെ ഡീസന്റ് സഹോദരിയാണ്. ജോസഫ് വളരെ മാന്യനായ ഒരു മനുഷ്യനാണ്. ജോസഫിന്റെ ഒരു നല്ല സ്വഭാവം ഞാൻ പഠിച്ചു. തന്റെ ഭാര്യയെ കുറിച്ച് മോശമായ ഒരു റിപ്പോർട്ട് കേട്ടപ്പോൾ ഒരൊറ്റ മനുഷ്യരോട് അത് പറയാതെ അവൾക്ക് ലോകാപവാദം വരുത്തരുതെന്ന് അവൻ ആഗ്രഹിച്ചു. ഇങ്ങനെയുള്ള നല്ല സ്വഭാവമൊക്കെ വേണമെങ്കിൽ നമുക്ക് ജോസഫിൽ നിന്ന് എടുക്കാം. ഈ പെൺകുഞ്ഞുങ്ങളെ കുറിച്ച് ദോഷം പറയുന്ന ആ ഒരു ചീത്ത രീതി ഉണ്ടല്ലോ, അത് ജോസഫിനില്ലായിരുന്നു. വെറുതെ പറഞ്ഞ് മറ്റുള്ളവരെ മുറിപ്പെടുത്തി അവരെ വെടക്കാക്കുന്ന രീതി ഒരിക്കലും മാന്യന്മാർ ചെയ്യത്തില്ല. ജോസഫ് മാന്യനായിരുന്നു. ഞാൻ ആ പെൺകുഞ്ഞിന് ദോഷം ചെയ്യത്തില്ല എന്ന് തീരുമാനിച്ചു. അയാൾ ഡീസന്റ് ആയിരുന്നു. ജോസഫിന്റെ നല്ല ഗുണങ്ങൾ വേറെയുമുണ്ട്. ജോസഫ് ഇത്രയും ഫേമസ് ആയ മേരിയുടെ ഭർത്താവായിട്ട് പുള്ളിക്ക് അതിനെക്കുറിച്ചൊരു ഇൻഫീരിയറിറ്റി കോംപ്ലക്സ്, ഒരു അപകർഷത ബോധമൊന്നും ഇല്ലായിരുന്നു. പുള്ളിക്ക് അതിനൊന്നും ഒരു വിഷമമില്ല. കാരണം ദൈവം അവൾക്കൊരു കൃപ കൊടുത്തു, സന്തോഷിച്ചേ ഉള്ളൂ. എത്ര നല്ല സ്വഭാവം അല്ലേ? സ്തോത്രം. മാത്രമല്ല, ആ സഹോദരിയുടെ പ്രസവ സമയത്ത് അമ്മയും അമ്മായിയമ്മയും അടുത്തില്ലായിരുന്നു. പെങ്ങന്മാരാരും അടുത്തില്ലായിരുന്നു. ജോസഫ് മാത്രമേ അടുത്തുണ്ടായിരുന്നുള്ളൂ. ആ ഭാര്യയെ പ്രസവത്തിന്റെ സമയത്ത് സഹായിച്ചത് ജോസഫാണ്. എത്ര നല്ല മനുഷ്യനാ. ആ കൈക്കുഞ്ഞിനെ എടുത്തുകൊണ്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോകാൻ പറഞ്ഞപ്പോൾ ആ സഹോദരനാണ് അത് മുഴുവൻ ചെയ്തത്. അങ്ങനെയൊക്കെ ചെയ്താൽ മോശമെന്നല്ലേ നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. എത്ര ഡീസന്റ് കഥാപാത്രം അല്ലേ? ഭാര്യയെ സ്നേഹിക്കുന്ന, ഭാര്യയെ ബഹുമാനിക്കുന്ന, ഭാര്യയെ അപമാനിക്കാത്ത, ഭാര്യയെ പുച്ഛിക്കാത്ത, ഭാര്യയെ റെസ്പെക്ട് ചെയ്യുന്ന ഡീസന്റായ ഒരു മനുഷ്യനാണ് ജോസഫ്. പുരുഷന്മാർക്ക് ജോസഫിനെ മാതൃകയാക്കാം, സ്ത്രീകൾക്കോ മേരിയെ മാതൃകയാക്കാം. മേരിക്ക് ഇത്രയും വലിയ പദവി കിട്ടിയിട്ട് മേരി ജോസഫിനെ ഭരിക്കാനൊന്നും ഒരിടത്തും പോയിട്ടില്ല. ഞാനാ ഇപ്പൊ വലിയ ആള്, എന്നെ ദൈവമാതാവാക്കിയിട്ടുണ്ട്, തന്നെ ദൈവപിതാവൊന്നും ആക്കിയിട്ടില്ല കേട്ടോ, എന്നെ മാത്രമേ ആക്കിയിട്ടുള്ളൂ, അതുകൊണ്ട് ഇനി എന്നെ ആരാധിച്ചോണം. ഒരു പ്രശ്നവും ആ സഹോദരി ഉണ്ടാക്കിയിട്ടില്ല. എന്നെ അനുഗ്രഹിക്കപ്പെട്ട സ്ത്രീയാ. അവർ വർത്തമാനമേ പറയുന്നില്ല. ഞാൻ ഈ ബൈബിൾ പഠിച്ചു, അവർ മിണ്ടുന്നില്ല, ഒന്നും സംസാരിക്കുന്നില്ല. അവർക്കൊക്കെ എല്ലാ യോജനയും 5 മിനിറ്റ് കൊടുക്കേണ്ടതാ. യാതൊരു പ്രശ്നവും മേരിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇല്ല. നിങ്ങൾ സംശയമുണ്ടോ ചോദിച്ചാൽ ഞാൻ വിശദമായി പറഞ്ഞുതരാം. ഞാൻ അതിനെക്കുറിച്ച് എഴുതിയൊരു ബുക്കുണ്ട്. അപ്പോൾ മേരിയെ നമുക്ക് മാതൃകയാക്കാം. ഒരു സഭയിൽ എങ്ങനെ അടങ്ങി ഒതുങ്ങി പോകണമെന്ന് മേരി നമ്മളെ പഠിപ്പിക്കും. നോ പ്രോബ്ലം. മേരി നിമിത്തം ഒരു സഭയിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇത്രയും വലിയ ആളെയൊക്കെ സഭയിൽ അക്കോമഡേറ്റ് ചെയ്യണ വലിയ പാടാണ്. കാരണം റെക്കമെൻഡേഷനായിട്ട് വരുമല്ലോ. യേശുവിൻ്റെ അമ്മ സഭയിലിരിക്കുക എന്ന് പറഞ്ഞാൽ ആ പാസ്റ്ററുടെ കഷ്ടകാലമല്ലേ? ആ നിലയിലൊന്ന് ചിന്തിച്ചു നോക്കി. പക്ഷെ ഒരു പ്രോബ്ലം ആ പുള്ളിക്കാരത്തിൽ ഉണ്ടാക്കിയിട്ടില്ല. ഇത് യാതൊരു സ്വാധീനവും ഇല്ലാത്തവരും എന്തെല്ലാം പ്രോബ്ലം ഉണ്ടാക്കണം. ഇത്രയും ഞാൻ പറഞ്ഞത് സത്യം അറിയാൻ വേണ്ടിയിട്ടാണ്. മേരിയെ നമുക്ക് മാതൃകയാക്കാം, നല്ല സഹോദരിയാണ്. ജോസഫിനെ നമുക്ക് മാതൃകയാക്കാം. പക്ഷെ ആരാധിക്കുന്ന ഏത് കെറൂബിലാ? ഇത് നമ്മുടെ കണ്ണ് കെട്ടിക്കളഞ്ഞതല്ലേ പിശാച്? യേശു കർത്താവ് ഇവിടെ നിൽക്കുകയല്ലേ ആരാധനയ്ക്ക് യോഗ്യനായിട്ട് അല്ലേ? ഉയർത്തെഴുന്നേറ്റവൻ നിൽക്കുകയല്ലേ നമ്മുടെ നടുവില്? വീണ് വണങ്ങി നമസ്കരിക്കാൻ യോഗ്യനായവൻ ഇന്ന് രാത്രി പാറപ്പാല് ഗ്രൗണ്ടിൽ ഇറങ്ങി വന്നിരിക്കുകയല്ലേ? 2 3 പേരുടെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞവൻ ഇന്ന് രാത്രി ഇവിടെ വന്നെങ്കിൽ അവനെ നമസ്കരിക്കും. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ആരാധനയിൽ നിന്ന് 3 സത്യം വെളിപ്പെടുന്നു. 1, യേശു രാജാവാണ്. 2, യേശു പ്രവാചകനാണ്. 3, യേശു പുരോഹിതനാണ്. കുന്തിരിക്കം പൗരോഹിത്യത്തെയും 3 പ്രവാചകത്വത്തെയും പൊന്ന് രാജത്വത്തെയും കാണിക്കുന്നു. യേശുക്രിസ്തു രാജാവാണ്, യേശുക്രിസ്തു പുരോഹിതനാണ്, യേശുക്രിസ്തു പ്രവാചകനാണ്. അവൻ രാജാക്കന്മാരുടെ രാജാവാണ്, പ്രഭുക്കന്മാരുടെ പ്രഭുവാണ്, കർത്താക്കന്മാരുടെ കർത്താവാണ്. അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. അവൻ മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ. അവൻ മാത്രം പാപമില്ലാത്തവൻ, അവൻ മാത്രം പരിശുദ്ധൻ, അവൻ മാത്രം പാപികൾക്ക് വേണ്ടി മരിച്ചവൻ, അവൻ മാത്രം ഉയർത്തെഴുന്നേറ്റവൻ,
അവൻ മാത്രം മടങ്ങി വരുമെന്ന് വാക്ക് പറഞ്ഞവൻ അവനെ നമസ്കരിപ്പാൻ ഇന്ന് രാത്രി ഒരുങ്ങുക. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മുടെ ശിരസ്സുകളെ നമുക്ക് നമിക്കാം. സമയം മുമ്പോട്ട് പോകുന്നതിനാൽ ഞാൻ ഇവിടെ ചുരുക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകൾ അടച്ച് ശിരസ്സുകളെ നമിക്കാം. യേശുവിനെ നമസ്കരിക്കുവാൻ നീ ഒരുക്കമാണോ? അതിന് നിന്നെ സഹായിക്കുന്ന നക്ഷത്രമാണ് ഈ പ്രസംഗം. അന്ന് അവർക്കൊരു നക്ഷത്രം കണ്ടു, ഒരു ഉൾപ്രേരണ കിട്ടി. അതുപോലെ നിന്നെ യേശുവിന്റെ അടുക്കലേക്ക് വിളിക്കുന്ന നക്ഷത്രമാണ് ഈ സുവിശേഷ യോഗം. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു? അന്ന് വിദ്വാൻമാരെ ആരാധനയിലേക്ക് വിളിച്ചു വലിച്ചടുപ്പിച്ചത് നക്ഷത്രമാണെങ്കിൽ ഇന്ന് നിന്നെ സത്യത്തിലേക്ക് വിളിക്കുന്ന നക്ഷത്രമാണ് ഈ പ്രസംഗം. എത്ര പേർ ആരാധനയ്ക്കായി ഒരുങ്ങും? സത്യത്തിൽ ആരാധിപ്പാൻ, ആത്മാവിൽ ആരാധിപ്പാൻ, വിശുദ്ധിയിൽ ആരാധിപ്പാൻ, വേർപെട്ട് ആരാധിപ്പാൻ എത്ര പേർ ഒരുങ്ങും? ഇതാ നക്ഷത്രം ഉദിച്ചിരിക്കുന്നു. അത് മാത്രമല്ല, വചനം. ആകാശഭൂമികൾ മാറിയാലും മാറാത്ത വചനം കൊണ്ട് ദൈവം നിറച്ചിരിക്കുന്നു. കണ്ടില്ലെന്ന് പറയരുത്, കേട്ടില്ലെന്ന് പറയരുത്, അറിഞ്ഞില്ലെന്ന് പറയരുത്. വചനം ഇതാ നിന്റെ അടുക്കിലേക്ക് വീണ്ടും വരുന്നു. വചനം ഇതാ നിന്റെ ചെവിയിൽ വന്ന് മുഴങ്ങുന്നു. വചനം നിന്റെ ഹൃദയത്തിൽ വന്ന് ഇടിക്കുന്നു. ഇന്ന് രാത്രി കീഴടങ്ങ്. ഞാൻ ഇവനെ ആരാധിക്കും. ഞാൻ യേശുവിനെ പൂർണ്ണ ശക്തിയോടെ ആരാധിക്കും. പാപ വഴികളെ വിടും. വിശുദ്ധ ജീവിതം ഞാൻ നയിക്കും. യേശുവിനെ ഞാൻ ഇന്ന് രാത്രി സ്വീകരിക്കുന്നു എന്ന് നമുക്ക് പറയാം. യേശുവിനെ കർത്താവെന്ന് ഇന്ന് പറഞ്ഞാൽ നല്ലതാ, ഇല്ലെങ്കിൽ നാളെ പറയേണ്ടി വരും. ആശുപത്രി കിടക്കയിൽ മെഡിക്കൽ കോളേജിൽ കിടന്നിട്ടേ പറയുള്ളോ? കഠിന കഷ്ടത്തിൽ വന്നിട്ടേ പറയുള്ളോ? ഭൂമി മുഴുവനും കടക്കാരൻ ജപ്തി ചെയ്തിട്ടേ പറയുള്ളോ? ഈ നല്ല കാലത്ത് പറ, യേശു എന്റെ കർത്താവാണ്. ആരോഗ്യമുള്ളപ്പോൾ, പോക്കറ്റിൽ പണമുള്ളപ്പോൾ, കുഞ്ഞുങ്ങളെ നല്ല വിദ്യാഭ്യാസം ഉള്ളപ്പോൾ പറ, യേശുവിനെ ഞാൻ ആരാധിക്കും. യേശു എന്റെ കർത്താവെന്ന് ഏറ്റുപറ. എല്ലാ മുഴങ്ങാനും അവന്റെ മുമ്പിൽ വണങ്ങും. എല്ലാ നാവും യേശു കർത്താവിനെ ഏറ്റുപറയും. അതിനുള്ള സമയമാണ് ഇന്ന്. ആരും നിർബന്ധിക്കാതെ യേശുവിനെ സ്വീകരിക്കാൻ എത്ര പേരുണ്ട്?